ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷം കേരളത്തിലെ കുംഭമേളയെക്കുറിച്ചാണ്. നോർത്ത് ഇന്ത്യയെ മാത്രം കണ്ടുവരുന്ന കുംഭമേള നമ്മുടെ കേരളത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ടു മൈ ചാനൽ NN സ്റ്റോറീസ്. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ചുറ്റും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ. ഇനി നമുക്ക് മണലാരണ്യത്തിൽ കൂടെ അങ്ങോട്ട് നടന്ന് നീങ്ങാം, ഈ ശരിക്കുള്ള കുംഭമേള ഉള്ള സ്ഥലത്തേക്ക്. അപ്പം നമ്മൾ പോവാം കേട്ടോ, ശരിക്കുള്ള കുംഭമേള ഉള്ള സ്ഥലത്തേക്ക്. ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കവാടം. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നീങ്ങുകയാണ്. അപ്പം നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് നടക്കുമ്പോൾ നമ്മൾ ആ കാണുന്നതാണ് നീലാതീരത്തിന് കുറുകെയുള്ള പാലം. തിരുനാവായിൽ നിന്ന് ഇങ്ങോട്ടും തവനൂരിൽ നിന്ന് അങ്ങോട്ടും പോകാനുള്ള പാലമാണ്. കണ്ട ജനാവലിയിൽ ഒരു സ്ഥലമില്ല. അതാ പുഴയിലൊക്കെ ആൾക്കാർ കയറി നിൽക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥലം ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഈ പുഴയുടെ വക്കിലേക്ക് പോന്നു. പിന്നെ അവിടെ ഇരിക്കാൻ പറയില്ലല്ലോ. അങ്ങനെ അവിടെ സൈഡിൽ നിന്നിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങി. ഇനി ഈ കുംഭമേളയുടെ പ്രിപ്പറേഷനാണ്. അടുത്ത് കാണാൻ വേണ്ടി ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ട് ആ സ്ക്രീനാണ് കാണിക്കുന്നത്. പ്രിപ്പറേഷനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുംഭമേള തുടങ്ങി. അതാണ് ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ കുംഭമേള കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഇതാ വഴി കൂടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ലൈറ്റൊക്കെ വെച്ച് സൈഡ് മൊത്തം അലങ്കരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ വന്ന വഴി കൂടെ തിരിച്ച് പോവുകയാണ്. ഇനി ഈ ഗേറ്റ് കടന്നിട്ട് അവിടെയുണ്ട് ഒരു ചെറുതായിട്ടുള്ളൊരു കുംഭമേള. ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട രണ്ടാമത്തെ കവാടം. ഇനി അവിടെ നീളാതീരത്ത് ഒരു ചെറിയ കുംഭമേള ഉണ്ട്. അപ്പം അത് നമുക്കിനി നോക്കാം. ഞങ്ങൾ പോയത് തന്നെ കുംഭമേളയുടെ അവസാനത്തെ ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർണ്ണാഭമായിട്ടുള്ളൊരു രാത്രി, ഞങ്ങളാൽ അലങ്കരിക്കപ്പെട്ടൊരു രാത്രി കാണാൻ സാധിച്ചത്. കുംഭമേളയുടെ അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ ഈ പടക്കം പൊട്ടിക്കലും ഇത്ര വർണ്ണാഭമായിട്ട് കാണുന്നത്. പിന്നെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ജനാവലിയായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ അങ്ങനെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത ഈ പടക്കം പൊട്ടിച്ച സ്ഥലം ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നീളാതീരതേപോലെ ഈ കമ്പിയാൽ ഫുള്ള് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞ ലൈറ്റൊക്കെ വെച്ചിട്ട് ഫുള്ള് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്ക് അവിടെയുള്ള കുംഭമേള. അതിൻ്റെ ആവന ചടങ്ങുകളാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോഴത്തേക്ക് ടാറ്റ ബൈ ബൈ. താങ്ക് യു ആൾ.